നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാവുകയാണ്. വിഴിഞ്ഞമെന്ന സ്വപ്നം അത് യാഥാർത്ഥ്യത്തിലോട്ട് അടുക്കുമ്പോൾ സ്വപ്ന തീരത്ത് കപ്പലെടുത്തു കഴിഞ്ഞു. നമുക്കിനി ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്, പ്രതീക്ഷകളുടെ നാളുകളാണ്. പൂർത്തിയാക്കപ്പെടാനിരിക്കുന്ന നിരവധി കടമ്പകളുണ്ട്. ആ കടമ്പകളൊക്കെ മറികടന്നുകൊണ്ട് കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്കൊപ്പം വിഴിഞ്ഞവും ഒന്നു ചേരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ട്രെൻഡ്സ് വിശദമായി ഇന്ന് വിഴിഞ്ഞത്തെ വികസന സ്വപ്നങ്ങളും വിഴിഞ്ഞം കാഴ്ചകളും പരിശോധിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിൻ്റെ സ്വപ്ന തീരത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞത്തെത്തി. സാൻ ഫെർണാണ്ടോ കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞു. കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകി രാവിലെ സ്വീകരിച്ചു. ദൃശ്യങ്ങളിൽ കാണുന്നതാണ് സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ. ചൈനയിൽ നിന്ന് പുറപ്പെട്ട് കൊളംബോ തീരം വഴി ഒടുവിൽ അത് വിഴിഞ്ഞത്ത് എത്തിയ സാൻ ഫെർണാണ്ടോ കപ്പൽ ഏകദേശം 2000-ഓളം വരുന്ന കണ്ടെയ്നറുകളെ വഹിച്ചുകൊണ്ടുള്ളതാണ് ഇത് വിഴിഞ്ഞത്തേക്ക് വരുന്നത്. വിഴിഞ്ഞത്ത് പുറംകടലിൽ രാവിലെ എത്തിയ കപ്പൽ ഇപ്പോൾ ബർത്തിങ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ടഗുകൾ ഉപയോഗിച്ച് കെട്ടിവലിച്ചുകൊണ്ട് ഇത് വിഴിഞ്ഞത്തെ തീരപ്രദേശത്തേക്ക്, വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുപ്പിക്കുകയാണ്. ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയിലൂടെ ആ കപ്പൽ നമ്മുടെ സ്വപ്നം വിഴിഞ്ഞത്തേക്ക് നങ്കൂരമിടുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കപ്പലിന് ഔദ്യോഗികമായ വരവേൽപ്പ് നൽകുന്നത്. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിലാണ് വിഴിഞ്ഞവും പരിസരങ്ങളും. കപ്പലിൻ്റെ വരവോടുകൂടി വിഴിഞ്ഞം പ്രദേശവാസികൾ വലിയ ആവേശത്തിലാണ്. കേരളത്തിൻ്റെ ഒരു വലിയ വികസനം സാധ്യമാകുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ബ്രേക്ക് വാട്ടറിന് ഇടയിലൂടെ ആ കപ്പൽ വിഴിഞ്ഞത്തിൻ്റെ തീരത്തേക്ക് അടുക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനാവുന്നത്. സാൻ ഫെർണാണ്ടോ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി പുറംകടലിൽ, രാത്രി 10:30 പുറംകടലിൽ അതെത്തി. ഏകദേശം 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് കേരളത്തിൻ്റെ വിഴിഞ്ഞം തീരത്തു നിന്നും ഏകദേശം 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് കപ്പലെത്തിയത്. പിന്നീട് അത് നമ്മുടെ തുറമുഖത്തേക്ക് അടുത്തു എന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. എന്തായാലും അത് ബർത്തിങ് നടപടികൾ അവിടെ നടക്കുകയാണ്. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ഏകദേശം 2000-ഓളം കണ്ടെയ്നറുകളെ വഹിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ഈ സ്വപ്നം പ്രതീക്ഷകൾക്ക് വലിയ ശക്തി പകർന്നുകൊണ്ട് സാൻ ഫെർണാണ്ടോ തീരമണഞ്ഞിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. വിനോദുണ്ട്, ഒപ്പം ഡാൻ കുര്യനുമുണ്ട്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കൊപ്പം വിഴിഞ്ഞം എങ്ങനെ പ്രതികരിക്കുന്നു, അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. വിനോദ് ആദ്യമുണ്ട്. വിനോദ് രാവിലെ മുതൽ അവിടുത്തെ കാഴ്ചകൾ പങ്കുവെക്കുകയായിരുന്നു. വലിയ ആവേശത്തിലാണ് പ്രദേശവാസികൾ. അതിനും അപ്പുറം വിഴിഞ്ഞത്തിന്റെ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറക്ക് നൽകുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ പദ്ധതികൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോയിട്ടുമുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? വിനോദ് നിൽക്കുന്നതിന് പിന്നിൽ ആളുകളെ കാണാൻ കഴിയുന്നു. അവരൊക്കെ ഈ കാഴ്ച കാണാൻ വന്നിരിക്കുന്നവരാണോ? സൈത്ത്, ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷം തന്നെയാണ്. കേരളവും വിശിഷ്യ രാജ്യവും ചരിത്രമെഴുതുകയാണ്. രാജ്യത്തെ മറ്റൊരു തുറമുഖം കൂടി, ഒരു മദർ പോർട്ട് കൂടി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. നിമിഷങ്ങൾക്കകം ഇതിന്റെ ബർത്തിങ് നടപടികൾ പൂർത്തിയാകും. ടഗുകളുടെ സഹായത്തോടെ മദർഷിപ്പിനെ, സാൻ ഫെർണാണ്ടോയെ തീരത്തേക്ക് ചേർത്ത് നിർത്തുന്ന, ബർത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന നടപടികൾ അത് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ കണ്ടെയ്നറുകൾ ഇറക്കുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ട്രയൽ റൺ എന്ന നിലയ്ക്കാണ് ഇന്ന് 2000-ഓളം കണ്ടെയ്നറുകൾ ഇറക്കുന്നത്. ഒരുപക്ഷെ 1600-ഓളം കണ്ടെയ്നറുകളാണ് ഈ വിഴിഞ്ഞത്ത് ഇറക്കുക എന്ന വിവരമാണ് നമുക്ക് വരുന്നത്. ആദ്യഘട്ടത്തിൽ റോഡ് മാർഗമോ റെയിൽ മാർഗമോ അല്ല ഇതിന്റെ ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്നത്. കടൽ മാർഗം തന്നെയായിരിക്കും. മദർഷിപ്പിലൂടെ ഇവിടെ എത്തിക്കുന്ന കണ്ടെയ്നറുകൾ ബർത്തിലിറക്കുകയും പിന്നീട് ചെറു കപ്പലുകളിലൂടെ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകുന്ന പ്രവർത്തനമാകും. ആ തരത്തിലായിരിക്കും ആദ്യഘട്ടത്തിൽ തുറമുഖത്തിന്റെ പ്രവർത്തനം നടക്കുക. ഇന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് കമ്മീഷൻ ചെയ്യുമ്പോൾ പുലിമുട്ടിന്റെ ദൈർഘ്യം അത് 3 കിലോമീറ്ററാണ്. ആ ഒരു പരിസരത്തേക്കാണ് ആദ്യം കപ്പൽ പ്രവേശിച്ചത്. 10 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു. ഇന്ന് രാവിലെ ഈ പുലിമുട്ടിന്റെ പ്രദേശത്തേക്ക് വരികയും ബർത്ത് നിൽക്കുന്ന ഭാഗത്തേക്ക് കയറുകയും ചെയ്തു. ബർത്തിന് 800 മീറ്റർ ദൈർഘ്യമാണുള്ളത്. 2 മദർഷിപ്പുകൾ നിർത്താൻ കഴിയുന്ന പാകത്തിലാണ് ഇപ്പോൾ അതിന്റെ ഘടന. രണ്ടാം ഘട്ടത്തിലാകും ഇതിന്റെ കൂടുതൽ ദൈർഘ്യം വരിക. ബർത്ത് 2000
2 കിലോമീറ്ററിലേക്ക് വർദ്ധിക്കും. ഇപ്പോഴത്തെ 800 മീറ്റർ എന്നത് 2 കിലോമീറ്ററായി വർദ്ധിക്കും. അതേസമയം പുലിമുട്ടിന്റെ നീളം 3 കിലോമീറ്റർ എന്നതിൽ നിന്ന് 4 കിലോമീറ്ററായി വർദ്ധിക്കും. പുലിമുട്ടിന്റെ പകുതി ദൈർഘ്യമായിരിക്കും ബർത്തിനുണ്ടാകുക. പുലിമുട്ടിന്റെ പ്രധാന നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നത് തിരയുടെ അടി കുറയ്ക്കുക എന്നതാണ്. ബർത്തിലേക്ക് കടൽ തിര ശക്തമായി വന്നു കയറാതിരിക്കുക, കപ്പലുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കുക, അതിനാണ് ഈ ബ്രേക്ക് വാട്ടർ സിസ്റ്റം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബർത്തിന്റെ നിർമ്മാണം നമ്മൾ പറഞ്ഞു. ഇനി ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്ന ക്രെയിനുകളുടെ കാര്യമാണ്. 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളാണുള്ളത്. എല്ലാ ക്രെയിനുകളും ചൈനയിൽ നിന്ന് എത്തിച്ചതാണ്. ഷെൻഹുവ സീരീസിലെ കപ്പലുകളിലാണ് പല ഘട്ടങ്ങളിലായി ഈ ക്രെയിനുകൾ ഇവിടേക്ക് എത്തിച്ചത്. ഏതാണ്ട് 28 യാക്ക് ക്രെയിനുകളുണ്ട്. ഈ ഷിഫ്റ്റ് ഷോർ ക്രെയിനിൽ നിന്ന് എടുക്കുന്ന കണ്ടെയ്നറുകൾ അത് ട്രെയിലറുകളിലൂടെ യാക്ക് ക്രെയിനുകളിലേക്ക് പോവുകയും അവിടെ നിന്ന് ഇവിടെ സംഭരിക്കുന്ന സ്ഥലത്തേക്ക് മാറുകയുമാണ്. പിന്നീട് വേണമെങ്കിൽ അത് വാഹനത്തിലേക്കോ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രത്തിലേക്കോ മാറ്റാൻ കഴിയുന്ന തരത്തിലാണ് അതിന്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 6000 കോടി രൂപ നിക്ഷേപമായി കരുതി തുടങ്ങിവെച്ച പദ്ധതിയാണ്. അതിനുശേഷം പല കാരണങ്ങൾ കൊണ്ട് 5 വർഷം ഇതിന്റെ നിർമ്മാണ പൂർത്തീകരണം, 1ാം ഘട്ടത്തിന്റെ പൂർത്തീകരണം വൈകിയിരുന്നു. ഓഖിയുടെ പശ്ചാത്തലമുണ്ട്, പ്രളയമുണ്ടായി, ആ തരത്തിലുള്ള പലവിധ കോവിഡിന്റെ പശ്ചാത്തലം, കാലാവസ്ഥാ വ്യതിയാനം, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ്, അങ്ങനെ പല വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഇപ്പോൾ 1ാം ഘട്ടം പൂർത്തിയാക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യത്തെ കപ്പൽ വന്നു പോകുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് 2ാം ഘട്ട പ്രവർത്തനവും ഈ വർഷം തന്നെ ആരംഭിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിലൂടെ 9000 കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. 3000 കോടി രൂപ തന്നെ അദാനി ഗ്രൂപ്പ് ആദ്യത്തെ നിക്ഷേപവുമായി ഈ പദ്ധതിയിലേക്ക് ചെലവിടുകയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വ്യവസായം ആദ്യഘട്ടത്തിൽ 3000 കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിക്കുന്നത് ആദ്യമായാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ഈ വിഴിഞ്ഞം തുറമുഖ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, 140 ദിവസത്തെ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നേരത്തെയുള്ള പ്രതിസന്ധികൾ, ഈ കാഴ്ചകളെല്ലാം കണ്ടുവന്നതാണ്. നമ്മൾ പല കാര്യങ്ങൾ കണ്ടുവന്നു. പാറയുടെ ലഭ്യതക്കുറവ് കണ്ടുവന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഓഖിയുടെ സമയം, അല്ലെങ്കിൽ കോവിഡിന്റെ സമയം, ഇതെല്ലാം കഴിഞ്ഞ് ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇനിയുള്ള കേരളത്തിന്റെ സാധ്യതകൾ, രാജ്യത്തിന്റെ സാധ്യതകൾ, ഡാൻ എന്താണ് അതിൽ നിന്ന് പറയാൻ കഴിയുക, അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തുന്നത്?